ഈ കൊമ്പഞ്ചെല്ലീൻ്റെ വകയിലെ കുഞ്ഞമ്മാവനായിട്ട് വരുന്ന ഈ ലോബ്സ്റ്ററിന് ഇങ്ങനെ കണ്ടാൽ തിന്നാൻ തോന്നില്ലെങ്കിലും നല്ല പെരി പെരി സോസൊക്കെ ഒഴിച്ച് ആ ഫ്ലഷ് ഇങ്ങനെ മുക്കി മുക്കി തിന്നാൻ നല്ല രസാടോ. അത് ആദ്യം നമ്മൾ കുറച്ച് ബട്ടർ എടുത്ത് ചൂടാക്കുക, പിന്നെ ഒരു ചട്ടിയിൽ വെള്ളം ചൂടാക്കി അതിലിട്ട് ഇതിനെ ക്ലീൻ ചെയ്യാം. സാമ്പാർ പൊടി സാമ്പാർ പൊടി എന്തോ മണത്ത് ചില്ലി ഫ്ലേക്സ് പൊടി ഒരു ഇത് ലാബ് പോലെയാണ്. എല്ലാരും ഓരോ മൂലക്ക് മറ്റേ പരിശ്രമിച്ചോണ്ടിരിക്കുന്നത് എന്തൊക്കെയോ. നീ എന്താ ചെയ്യണേ? ലെവലില്ലാത്ത ചെങ്ങായിമാരോടൊപ്പം എന്താ ആനമട്ട പുഴുങ്ങി തിന്നാലും മുടിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നമ്മൾ കുറച്ച് വെജിറ്റബിളും അതിൻ്റെ കൂട്ടത്തിൽ കുറേ ബട്ടറും അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്ത് കൊള്ളാം കേട്ടോ. സംഭവം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സാധനം കുത്തിപ്പൊട്ടിച്ച് തിന്നാനുള്ളൊരു ക്ഷമ, ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിക്കയറിയിരിക്കുന്ന സമയം മാത്രമേ ഇതൊക്കെ തിന്നാനുള്ളൊരു ക്ഷമ കിട്ടുള്ളൂ. അല്ലാതെ വിശന്ന് കൂര കുത്തിയിരിക്കാൻ നേരത്ത് ഇത് തല്ലിപ്പൊട്ടിച്ച് തിന്നാനുള്ള ക്ഷമ നമുക്കുണ്ടാവില്ല. എന്തായാലും സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ചെറുതായിട്ട് ഈ വയറിൻ്റെ ഭാഗത്തിപ്പോൾ ഒരു കയ്പ് വന്നു. കാരണം മര്യാദയ്ക്ക് ഈ പൊന്നെന്ന് പറഞ്ഞ സാധനം ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് വന്ന പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നത്. എനിവേ നല്ലോണം ക്ലീൻ ചെയ്തൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഇങ്ങനെ പകുതിക്കെടുത്ത് കഴിക്കുന്നു എന്ന് പറഞ്ഞ് ചിരിക്കേണ്ടി വരും. എനിവേ സംഭവം നല്ല രസമുണ്ടായിരുന്നു. ഇത് പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ എങ്ങനെ കൊടുത്താലും ഒരു 10,000 രൂപ കൊടുക്കണം. എന്നുവെച്ചാൽ 5 പേർക്ക് കഴിക്കണേ. ഞങ്ങൾ വളരെ കുറഞ്ഞ പൈസക്കാണ് ഈ സാധനം ഉണ്ടാക്കി തന്നത്. ആ ഒരു സന്തോഷം അത്രേ ഉള്ളൂ.